Hey guys, good morning. Good morning, Ambu. Good morning, Ambu. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നിനക്കൊരു മൈൻഡ് ഇല്ലാത്ത അല്ല ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നീ എന്തുകൊണ്ട് മൈൻഡ് ചെയ്തില്ല? ഞങ്ങൾ എണീറ്റിട്ട് കുറെ നേരമായി ഗുഡ് മോർണിംഗ് അല്ല അതുകൊണ്ട് എന്റെ അമ്മൂട്ടന്റെ മുടി ഡേ ഒരുമാതിരി പരിപാടി കാണിക്കല്ലേ ഗൈസ്. എന്റെ അമ്മൂട്ടന്റെ കൈ ഒരുപോലാണ് ഗൈസ്. കൈ വലത്തെ കൈ കാണിക്ക്, വലത്തെ കൈ കാണിക്ക്, കൈ കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്. കണ്ടോ നിങ്ങൾ പൗസ് ചെയ്ത് നോക്കൂ, കൈരേഖ കണ്ടോ സുഹൃത്തുക്കളെ? ടിപ്പ് ടോപ്പ് സെയിം ആണ്. അത് കണക്ക് തന്നെ ഈ കൈയും ഇപ്പുറത്തെ കൈയും സെയിം ആണ് കേട്ടോ. രാവിലെ അല്ല, സമയം ഉച്ചയായിട്ടുണ്ട്. നമ്മളിന്ന് നേരെ തെന്മലയ്ക്ക് പോവുകയാണ്. നമ്മൾ രാവിലെ ഇറങ്ങി പോവാൻ വേണ്ടി പോകും. ഒന്ന് മാറിക്കഴിഞ്ഞാൽ എടുത്ത് കേറ്റിക്കോണം വായിക്കാൻ തുടങ്ങി കേട്ടോ. അത് ഇവിടെ കിടന്നാ നമ്മള് പോലും അറിയാതെ പോയതാ. അമ്പു തോണ്ട് ഇവിടെ ചുന്ദനൻ, അമ്പു അവിടെ ചുന്ദന കണ്ട. അയ്യോ അയ്യോ ഇങ്ങനെയൊക്കെ കളിപ്പിക്കണം, എന്നാലും ചിരിക്കും. എന്തോ അച്ഛാ പറക്കളെ എന്തോ അവ ഇങ്ങനെ നിന്നെ ക്യൂട്ടായിട്ട് അമ്മ എന്ന് വിളിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. കരയുമോ വണ്ടി പിടിക്കാൻ പഠിച്ചൂടാ. അപ്പൊ നമ്മള് എത്ര നാളായി നമ്മള് പോയിട്ട്? അമ്മ എത്ര നാളാ വന്നിട്ട് തമ്മിലോട്ട് പോന്നിട്ട്? അമ്മ 13 ദിവസമായുള്ളൂ. അമ്മ മാസത്തിൽ എന്തായാലും ഒരിക്കലും രണ്ടു വട്ടമൊക്കെ പോകില്ലേ? നമ്മള് പോയിട്ട് കൊറേ നാളായി, കുറച്ച് നാളായില്ലേ? ഒരു മാസമായി അടുപ്പിച്ചായി. അന്ന് നമ്മള് മീൻ ചേച്ചിയോടെ പോയപ്പോഴും നമ്മൾ അവിടെ കയറിയില്ല. വീട്ടില് സത്യം പറഞ്ഞ ഗൈസ്, വീട്ടിൽ ഒരു ഷെഡ് പണിഞ്ഞ് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. 3 ദിവസം കൊണ്ട് തീർത്തരാന്ന് പറഞ്ഞ പണിയാണ്. അപ്പൊ 30 ദിവസം ആവാറായി. 30 ദിവസം കുറിച്ച് തള്ളിയതാണ്, എന്നാലും 10-15 ദിവസമായി. 15 ദിവസത്തിൽ കൂടുതൽ. കറക്റ്റ് ഈ മാസം 1 തുടങ്ങിയതാ. 15-16 ദിവസമായി. അയ്യോ എന്ത് കഷ്ടമാണ് നോക്കണേ. അതുകൊണ്ട് ഫോൺ പണിക്കാരന്റെ ഫോൺ വിളിച്ചാൽ സ്വിച്ച് ഓഫ്. പുള്ളി എടുക്കുന്നില്ല, പുള്ളി വലിയ അറിയോ വയ്യ ഗൈസ്. ഒരു പരിപാടി നടക്കുന്നില്ല കേട്ടോ. എന്താ ചെയ്യാൻ? നമ്മൾ ആ പണി കിടക്കുന്നോണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് എങ്ങോട്ടും പോവാനും പറ്റാത്ത അവസ്ഥയാ. വീട്ടിലെ സാധനം കൊണ്ട് ഇറങ്ങിയിരിക്കുക, ഒന്നും ട്രാപ്പിലാക്കി കളഞ്ഞ നമ്മളെ. അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥ. പണിക്കാരൻ വരുമായിരിക്കും, വരുന്നില്ല. ഇന്ന് കൺഫേം ആയിട്ട് ഇന്നലെ വിളിച്ചപ്പോ ഞാൻ ഇന്ന് എന്തായാലും വരും, 3 ദിവസത്തിനുള്ളിൽ ഞാൻ തീർത്തു തരും, ഇന്ന് എന്തായാലും വരും. ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ല. ഇന്നലെ ഫോണെങ്കിലും റിങ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇന്ന് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. പലയിടത്തായിട്ട് അവര് ജോലി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഇവിടെ വന്ന് തുടങ്ങിയിട്ട് അവിടെയും പോയി തുടങ്ങും. നമ്മളെ കാര്യങ്ങൾ ഒരുപാട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മൾ സ്വന്തമായിട്ട് വീട് വല്ലതും വെച്ചിട്ട് ഇങ്ങനത്തെ പണിക്കാരെല്ലാം ഏൽപ്പിച്ച ആ വീട് ഏത് വർഷം അയ്യോ അങ്ങനത്തെ കോടി. ഇങ്ങനത്തെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് വരും. ഞാൻ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. വീടോടെ ഉണ്ടോ? എലി എല്ലാം തീർത്തോ തിന്ന്? അവിടെ പോകുമ്പോ ഇനി അറിയാം. പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം എലി കടിച്ചു. ഇല്ലാതെ എത്രയായാലും ആളെനൊക്കെ ഇല്ലാതെ നെറ്റ് വെച്ച് അടയ്ക്കണം, അല്ലാതെ എലി കയറും. എന്തോടി മുതലേ പ്ലെയിൻ ദോശയുടെ കൂടെ പായസവും മസാല ദോശ ഓർഡർ ചെയ്ത് എനിക്കില്ല പായസം. അല്ല അതെന്തൊരു ഏർപ്പാട് ഗൈസ്. ഹോസ്പിറ്റലിൽ കൊള്ളാം കേട്ടോ.
നല്ല ആംബിയൻസും നല്ല രസമുണ്ട്. പായസം ഇഷ്ടമല്ലതാ. അതുപോലെ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മണി അടിക്കാനൊക്കെ അല്ലേ, നമുക്ക് അടിച്ചിട്ട് പോവാം. അടിച്ചിട്ട് ഇഷ്ടപ്പെട്ട സോ ടേസ്റ്റി ചെയ്യാം ഗൈസ്. ഓ അടിപൊളി സാമ്പാർ, നല്ല സാമ്പാർ അല്ലേ. ഈ സാമ്പാറിന് ചോറും മതി. ആ മനസ്സും വയറും നിറച്ച് കഴിക്കുക, എന്നാൽ വാങ്ങിയത് മുഴുവൻ കഴിക്കാതിരിക്കരുത്. മിഷൻ സീറോ ഫുഡ്. ഹാപ്പി മീൽ ഹാപ്പി ഫീൽ. ഇഫ് യു എൻജോയ്ഡ് ദ മീൽ റിംഗ് ദ ബെൽ. അമ്മ അടിയമ്മ. ആ സ്റ്റെപ്പ്, എനിക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ എനിക്ക് ഇവിടെ നമ്മളെ കോഴിക്കോട് പോയ സ്റ്റെപ്പ് ഓർമ്മ വരുന്നത്. അതേ കളർ സ്റ്റെപ്പായിരുന്നു ഇല്ലേ? ആ അതേ കളർ സ്റ്റെപ്പായിരുന്നു. നമ്മള് ആറ്റിന്റെ കരയിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വണ്ടി കുറച്ചുകൂടെ ബാക്കിലോട്ട് ഇറക്കി. എനിക്ക് വണ്ടി കഴുകാൻ തോന്നുന്നു. നല്ല ഒഴുക്കുണ്ട്, പക്ഷെ എല്ലാരും ഇവിടെ നിർത്തി കുളിക്കുവേ. ഇറങ്ങിയാലോ? ഇറങ്ങാം. നല്ല ഒഴുക്കുണ്ട്. പക്ഷെ അങ്ങനെ നമ്മള് മൃദുലയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ കുളത്തൂപ്പുഴ കഴിഞ്ഞില്ലേ മൃദുലെ? കുളത്തൂപ്പുഴ കഴിഞ്ഞുള്ള ഒരു കടമാണ് കേട്ടോ. ഇവിടെ അടുത്ത് കാവൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ ചേട്ടാ? ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടാ, ആഴമുണ്ട്. നല്ല ആഴം കാണാതല്ല, വഴുക്കലാണോ? അമ്മ ഇറങ്ങുന്നില്ലേടി? എടി ഇതെനിക്ക് ഈ സ്ഥലം കാണുമ്പോഴേ മുള്ളംകൊന്നി നരൻ സിനിമയിലെ ആ ഒരു ആംബിയൻസ്. പിന്നെ നല്ല തണുപ്പുണ്ടല്ലോ അതിന്. നല്ല അടിപൊളിയാട്ടോ ഇവിടെ, നല്ല രസമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ്. പലപ്പോഴും മൃദുലയുടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇവിടെ കാണുമെന്നല്ലാതെ ഇതിട്ട് ഇറങ്ങിയിട്ടില്ല. ഇതാണോ നിങ്ങളുടെ റേഷൻ കട? അമ്മതേ റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങുന്നു. പൊതുവിതരണ കേന്ദ്രം. ഇവിടെ നമ്മള് ഉത്സവത്തിന് വരുന്നത്. ഇവിടെ ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഇതെന്തൊരു കണ്ണിന് വെള്ളം എടുക്കുന്നു? അത് ഉറക്കം വന്നിരിക്കുമ്പോ ചില സമയം കണ്ണിങ്ങനെ നമ്മളെ പോലെ കണ്ണ് ഇവമോ വെട്ടത്തില്ലല്ലോ. ഗൈസ്, അപ്പോൾ നമ്മൾ തെന്മല ബിച്ചോണൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ട്. നമ്മളെ കാണാൻ വേണ്ടി, വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും കൂടി വന്ന കേട്ടോ. അപ്പൊ അമ്മയും കുഞ്ഞിനെ കാണണ്ടേ? കുഞ്ഞിന് കുട്ടിയുടുപ്പൊന്നും വാങ്ങിച്ചില്ലേ? ഉടുപ്പില്ല, കുഞ്ഞുടുപ്പിടത്തില്ല. കുഞ്ഞുടുപ്പിടത്തില്ല. തള്ളയും കുഞ്ഞിനെ കാണിച്ചേ വാ. വാ തള്ളയും കുഞ്ഞിനെ കാണിച്ച. ന്യൂ ബേബി ഇൻഫന്റ് ആട്ടോ, ഇൻഫന്റ്. ഹായ് ബ്രോ.
15 ദിവസം ആകുമ്പോൾ ഇത്ര വളരും മൃദുലേ. ജനിക്കുമ്പോഴേ ഇച്ചിരി കാണും കേട്ടോ. ആണല്ലേ? ജനിക്കുമ്പോഴേ ഓടി നടക്കത്തില്ലേ? കാളക്കുട്ടി കാളക്കുട്ടി കാളക്കുട്ടി. ഇതും കാളയല്ലേ? മൊത്തം കാളന്മാര്. എന്റെ അറിവില് ഒരു കൊല്ലം കുഞ്ഞു ഇതേ വർഷം. നിനക്ക് കറക്കം അറിയാം മതി. കറക്കറിയാം. കറന്നാണ് കാളയല്ല. അത് ശൗദരമ്മയുടെ എറിയോന്ന് ചോദിക്കട്ടെ. എറിയോ? അറിയത്തില്ല, ചോദിക്കാം. എടി വേണ്ട കേട്ടോ, മോന്തക്കൊക്കെ ചവിട്ടി കിട്ടിയാലേ. കുട്ടി ഇങ്ങോട്ട് മാറ്റി. പേടി ഉണ്ട് മൃദുലേക്ക് കേട്ടോ, പേടി. മൃദുലെ മുടിയൊക്കെ കെട്ടുന്നേ കറക്കാൻ വേണ്ടി. മൃദുലെ കറക്കാൻ പോകുന്നു. മോന്തയുടെ ഷേപ്പ് ഒക്കെ മാറുകടേ. നിന്റെ അമ്മയടുത്ത് പറയണേ ചവിട്ടല്ലേ കേട്ടോ. വേണ്ട വേണ്ട വേണ്ട. അമ്പു ഇതാണ് പശു. പശു പേടിയുണ്ട്. വീട്ടിലെത്തിയിരിക്കുന്നു. ബൈക്ക് സ്റ്റാർട്ട് ആകുമോ കേട്ടോ? സ്റ്റാർട്ട് ആക്കുന്നുണ്ടോ? ഇവിടെ മാത്രമല്ല, ഇപ്പൊ മഴ ചെയ്തോണ്ട് എല്ലായിടത്തും കാട് പിടിച്ച്. ഇവിടെ വരെ കാട് പിടിച്ചിട്ട് ഇതൊക്കെ ചവറ്. അന്നൊരു ദിവസം നമ്മൾ ഒന്ന് ഓർമ്മ, നമ്മള് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയിട്ട് വന്നിട്ട് അച്ഛൻ തൂത്ത് അത് വളർന്നില്ലേടി? മഞ്ഞളും ചേമ്പും അല്ലേ വെച്ച്. തൂക്കാനടി. ആരേലും ഒരാളെ തൂക്ക്. തൂക്കാനടി. സ്റ്റാർട്ടായി. എനിക്ക് അച്ഛനോട് പോകണം. എങ്ങനെ അച്ഛനോട് പോണ? ഇങ്ങനെ ഇരിക്കും. ഹോസ്റ്റലിൽ പോകാനോ? താടങ്ങടാ, അവൻ കേടി നിൽക്കുന്നു. താടങ്ങടാ, ഇറങ്ങണ താഴെ. ഞാൻ നാക്കടിച്ച് ഇറങ്ങണ താഴെ. എന്നെ അനുസരണയുണ്ട്. അയ്യോ താ കേറുന്നു. എന്തോടി കാണിക്കുന്നത്? ഡീജെ കളിക്കുന്നു. എടാ നീ എന്നെ അനുസരിക്കണം. ഞാൻ നിന്നെ ടണ്ടയാടാ ടണ്ട. അയ്യോ അമ്പു അമ്പു താഴെ ഇറങ്ങടാ. താഴെ ഇറങ്ങടാ അമ്പു. നമ്മള് ഡെലിവറി എനിക്ക് ഇവിടെ കിടക്കുമ്പോ അന്നൊരു ദിവസം നമ്മൾ ഇവിടെ കിടന്നതിന് അന്നാണ് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത്. ഞാൻ ഇവിടെ കിടന്നില്ലേ? നമ്മുടെ ഇവിടെ അമ്മ ഇവിടെ. അങ്ങനെ ഇവക്ക് രാത്രി കൊണ്ട് മൃദുലെ വാട്ടർ ബ്രേക്ക് ആയിട്ട് ഇവിടെ എണീറ്റ് നിക്കുന്നത്. നീ നിന്റെ കടയാ. നീ പുറത്ത് വന്ന കഥയാ. അന്നേരം പോകാൻ പറഞ്ഞു. എല്ലാരും റെഡിയായി. അച്ഛനും അമ്മയും റെഡിയായി. എനിക്ക് ഈ റൂമിൽ കയറുമ്പോ സത്യം പറഞ്ഞ എനിക്ക് ആദ്യം മെമ്മറിയിൽ വരുന്ന ആ സാധനം ഈ റൂമിൽ കയറുമ്പോ. നമ്മളെ വീഴ്സിനൊക്കെ അറിയായിരിക്കും അവസ്ഥ. ഇവിടുന്ന് നേരെ പുനലൂര് ആംബുലൻസും ഇല്ല, തേങ്ങയില്ല. അച്ഛൻ എനിക്കാണെങ്കിൽ എനിക്ക് എന്തോ ആ സമയത്ത് എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര വിറയിലായിരുന്നു. ഇവളിങ്ങനെ അടുത്തിരിക്കുന്നോണ്ട് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല വണ്ടി ഓടിക്കാനെന്ന്. അച്ഛനാണ് വണ്ടി അന്ന് ഓടിച്ചതൊക്കെ. ഫുള്ള് ഇവിടെ നിന്ന് പറത്തി തിരിച്ച് കുഞ്ഞിനെ കൊണ്ടുവന്നത് അച്ഛനാണ്. അല്ല ഫുള്ള് വീട് മൊത്തം ആളില്ലെങ്കിൽ നശിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മള് വാടകയ്ക്ക് വെള്ളം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വീട് പിന്നെയും കൂടി മെയിൻറ്റെയിൻ ആയി കിടക്കും. ആരെങ്കിലും ആള് തന്നെ കൊണ്ടെങ്കിലേ. തുണികള്